സ്റ്റാർട്ട് ആയിട്ടുണ്ട്. റീസാഷ് ഫിക്സ് ആണോ? ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ KVA വേഴ്സസ് TG ആണ് ആദ്യത്തെ ടർഫ്. നമ്മൾ നോക്കുവാണെങ്കിൽ അവരുടെ വണ്ടി രണ്ടെണ്ണം ഊക്കർ ആൻഡ് ജോസൂട്ടിയാണ്. ഡയറക്റ്റ് KVയുടെ വണ്ടിയെല്ലാം ഈ ഒരു ഏരിയയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മേളിൽ നിന്ന് നല്ലൊരു ഫയറിങ് അവർക്ക് വരുന്നുണ്ട്. KVയുടെ ഫുൾ ഓൺ ഫുൾ അഗ്രഷൻ അറ്റാക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ, ഫുൾ ഓൺ ഫുൾ അഗ്രഷൻ അറ്റാക്ക് ആണല്ലോ KVയുടെ സൈഡിൽ നിന്ന്. നല്ല ടാഗ് കിട്ടി അൾട്രോൺ താഴോട്ട് ഇറങ്ങി. കൊമ്പൻ അവിടെ ഇറങ്ങി അടിക്കുന്നുണ്ട്, സ്പ്രേ ചെയ്യുന്നുണ്ട്. ഓ, വാസ്കോ ഡൗൺ ആയി. സേവർ വാസ്കോനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ജോസൂട്ടി KVയ്ക്ക് അങ്ങനെ ആദ്യത്തെ പിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. KVയ്ക്ക് ആണോ? അൾട്രോണ് നല്ല ടാഗ് കിട്ടി. കൊമ്പൻ അവിടെ ഹോക്കിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. KVയുടെ 2 പ്ലേയേഴ്സ് ഡൗൺ ആയിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ ഒസാക്ക കയറി, ബട്ട് ഒസാക്ക നല്ല ടാഗ് കിട്ടി. ഒസാക്ക ബാക്കിലോട്ട് ഇറങ്ങി. ബ്ലേക്കിക്ക് നല്ല ടാഗ് വരുന്നുണ്ട്. ഓ, ഫെക്സർ മേളിലോട്ട് കയറിയിട്ടുണ്ട്. കൊച്ചുകുഞ്ഞിനെ ഫയർ ചെയ്തിട്ടുണ്ട്. കൊച്ചുകുഞ്ഞ് താഴോട്ട് ഇറങ്ങി ജമ്പ് ചെയ്തിട്ടുണ്ട്. കക്കാശി മുകളിലോട്ട് കയറി. സേവർ കക്കാശിന്റെ സ്പോട്ട്. ഓ, അടി വന്നിട്ടുണ്ട് എല്ലാ ആംഗിളിൽ നിന്ന്. ഊക്കറിന്റെ വക നല്ലൊരു കവർ ഫയർ. ഈ ഒരു ആംഗിൾ നോക്കാതെ വലിയൊരു ഭയങ്കര ഒരു ഡിഫക്റ്റ് ആണത് KVയ്ക്ക്. ആ ഒരു ആംഗിൾ വിട്ടുകൊടുത്തിരിക്കുന്നത്. എല്ലായിടത്തും വെടിവിട്ടുകൊണ്ട് ദൈവമേ, KV ഇപ്പുറത്തുനിന്ന് കയറിയിട്ട് KVയ്ക്ക് ഓൾറെഡി 2 പ്ലേയേഴ്സ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലായിടത്തും അടിയാകുന്നുണ്ട്. ഇത് ഞാൻ എവിടെയൊക്കെ നോക്കും. ഞാൻ ഈ ഒരു പൊസിഷൻ ഇപ്പോഴും KV വിട്ടുകൊടുത്തിരിക്കുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ഒരു ആംഗിളിൽ നിന്ന് അവർക്ക് ടാഗ് വഴിയെല്ലാം വന്നിട്ട് പോലും അവർ ആ ഒരു ആംഗിൾ ഇപ്പോഴും കംപ്ലീറ്റ്ലി വിട്ടുകൊടുത്തിരിക്കുകയാണ്. അത് വലിയൊരു മണ്ടത്തരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജോസൂട്ടി വന്നിറങ്ങുന്നത് കാലിന്റെ അടുക്കലാണ്. ഓക്കെ, അൾട്രോൺ അവിടെ മേളിലോട്ട് കയറുന്നുണ്ട്. സേവറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അൾട്രോൺ. ആ, സേവർ അഗൈൻ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അൾട്രോണെ പിക്ക് ഓഫ് ചെയ്തു. സേവർ ലിറ്ററലി ലോ ആണ്. കക്കാശിക്ക് അടിക്കാൻ സാധിക്കുമോ? കക്കാശിക്ക് പിക്ക് എടുക്കാൻ സാധിക്കുമോ? ഓ, സേവറിനെ പിക്ക് ഓഫ് ചെയ്തു. ബട്ട് അവിടെ ഓൾറെഡി KVയുടെ 3 പ്ലേയേഴ്സ് ഡൗൺ ആയിരിക്കുകയാണ്. കക്കാശി അതുവഴി താഴോട്ട് ചാടി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കക്കാശി അവിടെ ഓപ്പണിൽ കൂടെ ഓടുകയാണ്. കക്കാശി എന്താണ് ഈ കാണിക്കുന്നത്? TJയുടെ അകത്തോട്ട് ഓടി കയറി കക്കാശി അവിടെ നിര്യാതനായിരിക്കുകയാണ്. KVയുടെ 4ാമത്തെ പ്ലെയറും ഡൗൺ ആയിരിക്കുകയാണ്. നല്ലൊരു അഗ്രസീവ് പുഷ് ഫ്രം KVA. സ്മോക്ഡ് ബാബു അവിടെ മൈക്കിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. വിംബിനെ അവിടെ സ്മോക്ഡ് ബാബു തിരിച്ച് പിക്ക് ഓഫ് ചെയ്തിട്ട് സ്മോക്ഡ് ബാബുനെ ഒസാക്ക പിക്ക് ചെയ്തു. ബട്ട് ഒരു പിക്ക് എടുക്കാൻ നേരം 2 പേരെ KVക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. DJ റാവു ഒറ്റയ്ക്ക് ഇവിടെ വരുന്നുണ്ട്. റാവു ഓവനെ അടിക്കുന്നുണ്ട്. ഓവൻ അവിടുന്ന് ഓവൻ തലതാരൊക്കെ രക്ഷപ്പെട്ടു. റാവുവിനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു.
കാലിദിനെ റാവു അടിക്കുന്നുണ്ട്. റാവു വണ്ടി കയറാൻ ശ്രമിക്കുന്നുണ്ട്. ഹിറ്റ്മാൻ അവിടെ ബൈഫൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റാവു ബാക്കിലോട്ട് ഫോൾ ബാക്ക് ചെയ്തിരിക്കുകയാണ്. ഒസാക്ക റാവുവിനെ സ്പോട്ട് ചെയ്തോ? ഇല്ല. ഡൊമിനിക്ക് ഇവിടെ പുല്ലിലിരിക്കുകയാണ്. ജോഡക്സ് സ്പീക്ക് ഇവിടെ പുല്ലിലിരിക്കുകയാണ്. ഈ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് കൊമ്പനിരിപ്പുണ്ട്. TJ ഊക്കർ ഈ ഒരു ബിൽഡിങ്ങിലോട്ടാണ്. വിഴാം ഇവിടെ ഹെൽത്ത് അടിക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു അഗ്രസീവ് പുഷ്. ബട്ട് ആ ഒരു ട്രേഡ് പ്രോപ്പർ അവർക്ക് ആംഗിൾസ് KVക്ക് കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് കുറേ പിക്ക് ഓഫ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അടുത്തൊരു സോൺ എങ്ങോട്ടാണ് വരാൻ പോകുന്നത്? കറന്റ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 3 പ്ലേയേഴ്സ് അല്ലേ KVക്ക് പോയേ? 6 അത് 4 പ്ലേയേഴ്സ് എത്തല്ലേ? കക്കാശി, ഹോക്കി, വാസ്കോ, ഊക്കർ, അൾട്രോൺ 4 പ്ലേയേഴ്സ് KVക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മൈക്കീനെയും അതേപോലെ വിംബിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ 6 പ്ലേയേഴ്സ് KVക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 6 പ്ലേയേഴ്സാണ് KVക്ക് ബാക്കി ലൈവായിട്ടുള്ളത്. അതേപോലെ തന്നെ TJ നോക്കുകയാണെങ്കിൽ TJക്ക് സ്മോക്ഡ് ബാബുവിനെയും അതേപോലെ തന്നെ സേവിയറിനെയാണ് നഷ്ടപ്പെട്ടിരുന്നത്. TJക്ക് 10 പ്ലേയേഴ്സ് ലൈവ് ഉണ്ട്. 3 ടയറാ വണ്ടിയിലുണ്ടെന്ന് തോന്നുന്നു. ജോഡക്സ് PK, കൊച്ചുകുഞ്ഞ്, അഖിൽ ജോർജ്, TJ ജോസുട്ടി ആൻഡ് TJ ജോസുട്ടി ആൻഡ് റാവു 5 പേർ ഈ ഒരു ബിൽഡിംഗ് ഹോൾഡ് ചെയ്യുന്നു. അവരുടെ ഡൊമിനിക് ഇവിടെ വെളിയിലും അതേപോലെ തന്നെ ഊക്കർ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു ആംഗിൾ ഈ ഒരു ബിൽഡിംഗ് കയറാനുള്ള ട്രൈ ചെയ്യാൻ തോന്നുന്നു. ഫെക്സർ അടി വന്നു. ഡൊമിനിക്കിൽ സ്പോട്ടായിരിക്കുകയാണ്. ഡൊമിനിക്കിനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. മേളിൽ നിന്ന് നല്ലൊരു കവർ ഫയർ. അവര് ഡൊമിനിക് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഡൊമിനിക് ഡൗൺ. കൊച്ചുകുഞ്ഞ് ജോസൂട്ടി അതേപോലെ ജോഡക്സ് PK അവിടുന്ന് റഷ് ചെയ്ത് കയറി വന്നു. ബ്ലേക്കി അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ബ്ലേക്കി എവിടെ പിക്ക് എടുത്തേ? ഊക്കറിനെ ആണോ? അല്ല, അവരാണ് ഡൊമിനിക്കിനെ എടുത്തത്. നല്ല ടൈറ്റ് ആയിട്ട് മാച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ TJയുടെ 2 പ്ലേയേഴ്സ് ഈ ഒരു ബിൽഡിങ്ങിലോട്ട് കയറിയിരിക്കുകയാണ്. ബട്ട് അത് വലിയൊരു മണ്ടത്തരമല്ലേ അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അവർ ഓപ്പൺ ആവുകയാണ് ബാക്കിയുള്ള ബിൽഡിങ്ങിൽ നിന്നും. അവിടെ ഊക്കർ അവിടെ വണ്ടിയായിട്ട് പോവുകയാണ്. ബ്ലേക്കി അതേപോലെ ഓവൻ ആൻഡ് ഒസാക്ക ഇപ്പൊ കറന്റ്ലി 5-5. ഊക്കർ വെളിയിൽ നിൽക്കുന്നിടത്തോളം കാലം TJ 6, KV ഒരാൾ വെളിയിലാന്ന് തോന്നുന്നല്ലേ. 6-6 ആയിട്ട് മാച്ച് തിരിഞ്ഞിരിക്കുകയാണ്. അല്ല, 2 പേര് ഡൗൺ ആയോടാ. ബ്ലേക്കിയാണ് ഡൊമിനിക്കിനെ പിക്ക് ചെയ്ത്, കൊമ്പനെ പിക്ക് ചെയ്ത് അല്ലേ? നോക്കട്ടെ. ഹോക്കി നിക്കിനെ പിക്ക് ഓഫ് ചെയ്തായിരുന്നു അല്ലേ? സേവിയർ വാസ്കോനെ പിക്ക് ചെയ്ത്, നിക്കി ഡൗണ്, കൊമ്പൻ ഹോക്കിനെ പിക്ക് ചെയ്ത്, സേവിയർ അൾട്രോണെ പിക്ക് ചെയ്ത്, സേവിയറിനെ കക്കാശി പിക്ക് ചെയ്ത്, ഊക്കർ കക്കാശിനെ പിക്ക് ചെയ്ത്, ബാബു മൈക്കിനെ പിക്ക് ചെയ്ത്, ബാബു വിംബിനെ പിക്ക് ചെയ്ത്, ഒസാക്ക സ്മോക്ഡ് ബാബുവിനെ പിക്ക് ചെയ്ത്, ഒസാക്ക കൊമ്പനെ പിക്ക് ചെയ്ത്, ഡൊമിനിക്ക് പിക്ക് ചെയ്ത്. അപ്പോൾ 1 2 3 4 5 5 ഡൗണ് TJ അല്ലേ? TJ 5 ഡൗണ്, KV 6 ഡൗൺ അല്ലേ? 1 2 3 4 5 6 ഡൗണ് KV. ഓ, മാച്ച് വളരെ ടൈറ്റായി. 7v6ലാണ് ഇപ്പോൾ മാച്ച് നിൽക്കുന്നത്. ബട്ട് കറന്റ്ലി അവരുടെ ഒരു പ്ലെയർ കയറിയിട്ടുണ്ടോ തിരിച്ച്? ജോഡക്സ് PK തിരിച്ച് ആരോ വന്നിട്ടുണ്ട്. 7 പ്ലേയേഴ്സ് ഇപ്പോൾ അവരുടെ കറന്റ്ലി ഈ ഒരു ബിൽഡിങ്ങിലോട്ട് ചുരുങ്ങിയിരിക്കുകയാണ് അവര്. TGA ഈ ഒരു ബിൽഡിങ്ങിലോട്ട് മാത്രമായി. ബ്രോ അഗ്രഷൻ ഓൾറെഡി ഇട്ടായിരുന്നു, അതിന് കാഷ്വാലിറ്റിസും ഉണ്ടായി. യെസ്, KV അറ്റാക്കിംഗ് നല്ലപോലെ ചെയ്തു. പക്ഷെ അവര് ചില ആംഗിൾസ് നോക്കാത്തത് കൊണ്ടാണ് അവർക്ക് കാഷ്വാലിറ്റീസ് വീണത്. ബട്ട് ഇറ്റ്സ് ഫൈൻ. നല്ലൊരു മാച്ചാണ് നമുക്ക് കാണാൻ സാധിച്ചു. എന്നെ ഈ എൻട്രൻസിൽ ഇതൊക്കെ വണ്ടി ഇടാൻ പാടുണ്ടോ? പാടില്ലല്ലോ, ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ. ഇവിടെ പറഞ്ഞ വണ്ടി ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലല്ല കിടക്കുന്നത്. എടുത്ത് മാറ്റാൻ പറയണം, നമ്മൾ ഡീവ് അടിച്ചു കൊടുത്താൽ മതി. റൂളിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എൻട്രൻസ് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല എന്ന്? റൂളിലുണ്ടല്ലേ? ഇപ്പുറത്തും കിട്ടിട്ടുണ്ട്. എന്ത് ചെയ്യണ്ടേ? ഇത് പറയണോ ഉമ്മാരുടെ അങ്ങനെ ഇടാൻ പാടില്ലെന്ന്? FRP വന്ന
നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, FRP വരുവാണെന്ന് നോക്കാം നമുക്ക്. എന്തുവാ പറഞ്ഞേ? അത് FRP ആണ്. നിങ്ങൾക്ക് വണ്ടി ഇടിച്ച് മാറ്റിയിട്ട് ടിക്കറ്റ് റേസ് ആണെങ്കിൽ ടിക്കറ്റ് റേസ് ചെയ്യാന്ന് പറഞ്ഞാൽ മതി. ആണോ? Players are not permitted to use vehicle to block the entry with objects like ladder rocket. Okay, ശരി. ഓക്കെ, അപ്പോൾ KVയുടെ ഒരു പുഷ് വരാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ KV ടിക്കറ്റ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് FRP ആയതിൻ്റെ പേരിൽ ടർഫ് KVക്ക് പോകാനുള്ള ഒരു ചാൻസ് വളരെയധികമാണ്. വാർച്ചാറ്റിൽ എന്തുവാ? ഓക്കെ, സോണ് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അവരെല്ലാവരും ഈ ഒരു ആംഗിൾസിലോട്ട് മാറിയിട്ടുണ്ട്. ജോസൂട്ടിക്ക് ടാഗ് വന്നിട്ടുണ്ട്. ഈ ഒരു ആംഗിളിൽ നിന്ന് മൊത്തത്തിൽ അവർ ഹാർഷയാണ്. ഓക്കെ, അവർ എല്ലാം ഈ ഒരു ആംഗിൾസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എല്ലാം നാം അറിയുന്നു. ഓക്കെ, ഹിറ്റ്മാൻ അതുവഴി റഷ് ചെയ്ത് കയറുന്നുണ്ട്. ഹിറ്റ്മാൻ അതുവഴി റഷ് ചെയ്ത് കയറി. ഹിറ്റ്മാൻ അകത്തോട്ട് കയറി ഒസാക്കാടാവണ ഹിറ്റ്മാൻ തിരിച്ചു പിക്കെടുത്തു. ഖാലിദ് അഖിൽ ജോഡ് നല്ല ലിറ്ററലി ലോ ആയിട്ടുണ്ട്. ഹിറ്റ്മാൻ അഖിൽ ജോഡിന് നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട്. ഹിറ്റ്മാൻ ഖാലിദ് ബാക്കിൽ നിന്ന് ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഖാലിദ് മേളിൽ നിന്ന് ഡൗൺ ആയിട്ടുണ്ട്. ഹിറ്റ്മാൻ ഡൗൺ ആയിട്ടുണ്ട്. ഇവിടെ ഓവൻ ഡൗൺ ആയോ? ഇതുവഴി കയറിയപ്പോൾ ഓവൻ ഡൗൺ ആയി. ഇല്ല, ഓവൻ ഡൗൺ ആയിട്ടില്ല. ഓവനുണ്ട്. ഓവനും ബ്ലേക്കിയും ഇവിടെ വെളിയിൽ നിൽപ്പുണ്ട്. TJയുടെ 5 പ്ലേയേഴ്സ് എലൈവാണ്. 2 പേരെ അവർക്ക് പിക്ക് ഓഫ് ചെയ്യാൻ സാധിച്ചെന്ന് തോന്നുന്നു. KVയുടെ 4 പ്ലേയേഴ്സ് അവർ പുഷ് ഡൗൺ ആയെന്ന് തോന്നുന്നു. എപ്പോഴും അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് പ്ലെയർ എന്താ പറയുക, കാഷ്വാലിറ്റീസ് വീഴാനുള്ള പ്രോബബിലിറ്റി വളരെ അധികമാണ്. നോക്കട്ടെ, 2 പ്ലേയേഴ്സ് ബ്ലേക്കി ആൻഡ് റഷ്യനവൻ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? റഷ്യനവൻ അകത്തോട്ട് കയറി നല്ലൊരു ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ബ്ലേക്കി ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഊക്കർ മുകളിലോട്ട് കയറി വരുന്നുണ്ട്. ജോസൂട്ടി മുകളിലോട്ട് കയറുന്നുണ്ട്. ബ്ലേക്കിനെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓവനും 2v5 ആണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ജോസൂട്ടി ഒറ്റയ്ക്കാണ് മുകളിലെന്ന് തോന്നുന്നു. എൻട്രൻസ് വെഹിക്കിളിട്ട് ബ്ലോക്ക് ആക്കുക. പത്ത് മിനിറ്റ് ബാക്കി.
ഈ ജോസൂട്ടി ഒരു ഓഫ് ആംഗിൾ പിടിക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. എന്നെ താഴെ വീഴരുത്. ജോസൂട്ടി ഈ ഒരു ഓഫ് ആംഗിൾ വന്നിട്ടുണ്ട്. രണ്ടുപേരെ ഉള്ളതൊരു കോളാണ് ജോസൂട്ടി. ഓ ജോസൂട്ടി, ഞാൻ പറഞ്ഞല്ലേ ജോസൂട്ടി താഴെ വീഴുന്നത്. ഒരു ചക്കവിടെ സൗണ്ട് നീ കേട്ടില്ലടാ ബ്ലേക്ക്. ജോസൂട്ടി ബാക്കിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് കയറിക്കോ എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ബ്ലേക്ക് കണ്ടു, ജോസൂട്ടിനെ കണ്ടു. ജോസൂട്ടി ഡൗൺ. ബാക്കിൽ നിന്ന് എല്ലാവരും കൂടെ ഓടി കയറിയിട്ടുണ്ട്. ബ്ലേക്ക് ഊക്കർ റാവു പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഓവൻ, ഓ മൈ ഗോഡ്, ഊക്കറിനെ പിക്ക് ചെയ്തിട്ട് അവർ വീണിരിക്കുകയാണ്. TJയുടെ 2 പ്ലേയേഴ്സ് മാത്രമാണ് ലാസ്റ്റ് എലൈവായി വന്നിരിക്കുന്നത്. 5 പേരൊന്നും ഇല്ലായിരുന്നോ അവര്? ഓ നൈസ് ഗെയിം, ഒന്നും പറയല്ല, കിടിലം കളി. ഒരു കാര്യം ചെയ്,